ഓക്കെ, അടുത്തത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഫണ്ടമെൻ്റൽ തിയറം 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടെന്ന് പറയുന്നത് ഇത് 1 മാർക്കിന് പൊതുവെ ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് പറയുന്നത് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ക്യാപിറ്റൽ എഫ് ഈസ് എനി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ദെൻ ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ഈ സ്മോൾ എഫിനെ നമുക്ക് എ മുതൽ ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ് ഓൺ അപ്പർ ലിമിറ്റ്. അതായത് ആൻറ്റി ഡെറിവേറ്റീവിനകത്തോട്ട് എഫ് എന്ന് പറയുന്ന ആൻറ്റി ഡെറിവേറ്റീവിനകത്തോട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ്. ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് 1. ഓക്കെ, അപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ ചിലപ്പോൾ സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ഒരു പാർട്ട് 1 ആയതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു പാർട്ട് 2 കൂടെ കാണും. പാർട്ട് 1 എഴുതിയാലും മതി. ശ്രദ്ധിക്കേണ്ടത് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, അത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലായിരിക്കണം. അത് ഓർക്കാൻ വേണ്ടി കണ്ടിന്യൂസിൻ്റെ സി തന്നെയാണ് നമ്മൾ ക്ലോസ്ഡ് എന്ന് എഴുതുമ്പോഴും സി ഇല്ലേ, അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. കണ്ടിന്യൂസ് ഡിഫൈൻ ചെയ്യേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലാണ്. ആൻഡ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അങ്ങനെയെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സിനെ എ മുതൽ ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ എടുത്താലും സെയിം തന്നെ ആയിരിക്കും. ഡയറക്റ്റ് ആൻറ്റി ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നതും സെയിം ആൻസർ തന്നെ ആയിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 1 to 2 എക്സ് ഡി എക്സ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ലിമിറ്റ് 1 മുതൽ 2 വരെ. ഇനി 1/2 കോൺസ്റ്റൻ്റ് ആണ്, അപ്പർ ലിമിറ്റ് കൊടുക്കുക 2² മൈനസ് 1² ഈക്വൽ ടു 1/2. 2² 4, 4 മൈനസ് 1 3. therefore ആൻസർ ഈസ് 3/2. ഇനി നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ് ഇൻ്റഗ്രേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏരിയ ബിറ്റ്വീൻ കർവ് അല്ലെങ്കിൽ ഏരിയ അണ്ടർ കർവ്. കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായത് ഇപ്പം ഇങ്ങനെ ഒരു കർവുണ്ട്. ഈ കർവിൽ എ മുതൽ ബി വരെയുള്ള ആ റീജിയനിലുള്ള ഏരിയ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കർവിന് y = എഫ് ഓഫ് എക്സ് എന്ന് കാണും. ഇൻ്റഗ്രൽ എ ടു ബി y ഡി എക്സ്, ഇതാണ് ആ ഫോമുല, ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോമുല. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് y = 9 - x² ഓവർ ദ ഇൻ്റർവെൽ 0 3. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഗ്രാഫ് y = 9 - x² ഓവർ ദ ഇൻ്റർവെൽ 0 3. അപ്പോൾ ഏരിയയുടെ ഫോമുല അനുസരിച്ച് ഇൻ്റർവെൽ തന്നിട്ടുണ്ട് 0 മുതൽ 3 വരെയാണ്. 9 - x² ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഈക്വൽ ടു 9ൻ്റെത് 9x വരും, മൈനസ് x²ൻ്റെത് x³ ഓവർ ദ ഇൻ്റർവെൽ 0 to 3. അപ്പർ ലിമിറ്റ് കൊടുക്കുക 9 × 3 മൈനസ് 3³ ലോവർ ലിമിറ്റ് ഫുൾ 0 ആയിപ്പോൾ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 9 × 3 27 മൈനസ് ഒരു 3 വീതം ക്യാൻസലായിപ്പോൾ, പിന്നെ 3² ഉള്ളത് 9 വിച്ച് ഈസ് ഈക്വൽ ടു 80. ഇതുപോലെ തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് y = cos x ഓവർ ദ ഇൻ്റർവെൽ 0 π/2. ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അണ്ടർ ദ കർവ് y = cos x ഓവർ ദ ഇൻ്റർവെൽ 0 π/2. എന്ത് ചെയ്യുക? ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇൻ്റർവെൽ തന്നിട്ടുണ്ട് 0 മുതൽ π/2 വരെ. കോസ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. ലിമിറ്റ് 0 മുതൽ π/2 വരെ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ π/2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് സൈൻ 0. സൈൻ π/2 എന്ന് പറഞ്ഞാൽ സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 മൈനസ് സൈൻ 0 0. സോ ദ ആൻസർ ഈസ് 1. അടുത്തൊരു പ്രോബ്ലം. ഇൻ്റഗ്രൽ 1 to 1 x² dx. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിമിറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. x² ഇൻ്റഗ്രൽ x³ ആണ്. x³ ലിമിറ്റ് 1 മുതൽ 1 വരെ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1³ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴും 1³ therefore the answer is 0. അതുപോലെ വേറൊരെണ്ണമായിരുന്നു ഇൻ്റഗ്രൽ 4 to 0 x dx. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x²/2 ലിമിറ്റ് 4 മുതൽ 0 വരെ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4²/2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു -16/2 വിച്ച് ഈസ് ഈക്വൽ ടു -8.
ഇനി ഇത് 4 മുതൽ 0 വരെയാണ്. അപ്പോൾ ഞാൻ ഈ 4 മുതൽ 0-ലെ ലിമിറ്റ് മാറ്റി 0 മുതൽ 4 വരെ ആക്കിയാൽ എന്ത് ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് മാറ്റുമ്പോൾ എന്തിട്ട് കൊടുക്കണം? മൈനസ് ഇട്ട് കൊടുക്കുക. ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ബാക്കി എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് അവിടെ കിടന്നോട്ടെ. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ലിമിറ്റ് 0 മുതൽ 4 വരെ ഈക്വൽ ടു -1/2 കോൺസ്റ്റൻറ്റ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4² മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0. അപ്പോൾ 4² എന്ന് പറയുന്നത് 16 ആണ്. 16/2 8. സോ ദ ആൻസർ ഈസ് -8. ഇപ്പോൾ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്താലും നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ആൻസർ എന്തേ വരുള്ളൂ? രണ്ടിൻ്റെ ആൻസർ -8 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 f of x dx ആൻഡ് ഫംഗ്ഷൻ f of x is equal to x² if x less than 2 and 3x minus 2 x greater than or equal to 2. അപ്പോൾ നമുക്ക് ഈ 2-ൽ വെച്ചിട്ട് നമ്മുടെ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് ലെസ് ദാൻ 2, അതായത് 2-ന് താഴോട്ട് നമ്മൾ ഫംഗ്ഷൻ x² എടുക്കുക, 2-ന് മുകളിലോട്ട് നമ്മൾ ഫംഗ്ഷൻ 3x minus 2 എടുക്കുക. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 മുതൽ 2 അല്ല 3 ആണ്. ഇൻ്റഗ്രൽ 0 മുതൽ 3 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 0 ഇവിടെ കിടക്കും, 3 ഇവിടെ കിടക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 0 മുതൽ 3 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ 0 മുതൽ 2 വരെ ഒരു ഫംഗ്ഷനും 2 മുതൽ 3 വരെ മറ്റൊരു ഫംഗ്ഷനുമാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 3 f of x dx എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് 0 മുതൽ 3 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 0 മുതൽ 3 വരെ ഇടയിൽ രണ്ട് ഫംഗ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻ്റഗ്രൽ 0 to 2 വരെ x² dx പ്ലസ് അടുത്ത് ഇൻ്റഗ്രൽ 2 മുതൽ 3 വരെ 3x minus 2 dx ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ അനുസരിച്ച് x²ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x³ ഓവർ ദ ലിമിറ്റ് 0 മുതൽ 2 വരെ പ്ലസ് 3x minus 2ൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 3x² 2 -2x ലിമിറ്റ് 2 മുതൽ 3 വരെ ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 2³ 3 ലോവർ ലിമിറ്റ് 0 പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 × 3² 2 -2 × 3 അപ്പർ ലിമിറ്റ് ആയതേ ഉള്ളൂ മൈനസ് അടുത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം 3 × 2² 2 -2 × 2. ഇനി ഇതിനൊന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ 2³ 8 8/3 പ്ലസ് 3² 9 9 × 3 27/2 -3 × 2 6. ഇവിടെ നിന്ന് ഒരു 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 × 2 6, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -6, ഈ മൈനസും കൂടെ പ്ലസ് ആവും. 2 × 2 4 ഈക്വൽ ടു 8/3 പ്ലസ് 27/2 -6ഉം കൂടെ -12 -12 + 4 അപ്പോൾ ഈക്വൽ ടു 8/3 പ്ലസ് 27/2 -12-ൽ നിന്ന് 4 പോയാൽ പിന്നെ ഉള്ളത് 8. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡിനോമിനേറ്റർ മാറ്റാനായിട്ട് 3ൻ്റെയും 2ൻ്റെയും LCM എന്ന് പറയുന്നത് 6 ആണ്. ത്രൂ ഔട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ആകും. അപ്പോൾ 8/3 × 6 പ്ലസ് 27/2 × 6 -8 × 6 ദ ഹോൾ ഡിവൈഡഡ് ബൈ 6. ഇവിടെ വരുമ്പോൾ 3ഉം 6ഉം ക്യാൻസൽ ചെയ്ത് 2 വരും. 8 × 2 16, 2ഉം 6ഉം ക്യാൻസൽ ചെയ്ത് 3 വരും. 27 × 3 എന്ന് പറയുന്നത് 72 -8 × 6 6 48 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 16ഉം 72ഉം കൂടെ കൂട്ടുമ്പോൾ 88. 88-ൽ നിന്ന് 48 പോയാൽ 40. അപ്പോൾ ആൻസർ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. 27 × 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 3 21, 1 ബാലൻസ് 2, 3 × 2 6 81 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 16 + 81 എന്ന് പറയുന്നത് 7 9. അപ്പോൾ 97 - 48 എന്ന് പറയുന്നത് 49 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 49/6. ഇത്രയൊന്നും മാനുവലി, അതായത് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കണം എന്നില്ല. അത് ഇതുവരെയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. 49/6 ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്തിനി നമുക്ക് ടോട്ടൽ ഏരിയയുടെ ഫോർമുലയാണ്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ A to B മോഡുലസ് ഓഫ് f of x dx. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് അടുത്ത് ചെയ്യാനുള്ളത്. ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ബിറ്റ്വീൻ ദ കർവ് y = 1 - x² ആൻഡ് ദ x ആക്സിസ് ഓവർ 0 to 2. അപ്പോൾ നമുക്ക് 1 - x² എന്ന് പറയുന്ന ഗ്രാഫ് ഇത് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 0 മുതൽ 2 വരെയാണ് വേണ്ടത്. ഈ ഗ്രാഫ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇത് പിന്നെ ടെക്സ്റ്റിലെ മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ടെക്സ്റ്റിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരണമെന്ന് നിർബന്ധമില്ല.
കാണാതെ പഠിച്ച് വെച്ചേക്കണം. y = 1 - x² ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 0 മുതൽ 2 വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 0 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ അപ്പർ പോർഷനിലും ഏരിയ ഉണ്ട്, 2 വരെ എടുക്കുമ്പോഴത്തേക്ക് ലോവർ പോർഷനിലും ഏരിയ ഉണ്ട്. അത് ഈ നെഗറ്റീവായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡുലസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒറ്റ കർവ്, ഈ y = 1 - x² എന്ന് പറയുന്ന കർവാണ് ഈ മുകളിലും താഴെയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 0 മുതൽ ഈ പോയിന്റ് വരുന്നത് 1 ആണ്, കാരണം 1 - 1 ആണ് ഇവിടെ നമുക്ക് 0 കിട്ടുന്നത്. അപ്പോൾ y 0 ആയി പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് x = 1. അപ്പോൾ x = 1 എന്ന് പറയുമ്പോൾ ഗ്രാഫ് എവിടെ തട്ടും? എക്സ് ആക്സിസിൽ തട്ടും. x = 1, അതായത് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷനാണ് y = 0. y എപ്പോഴായിരിക്കും ഇവിടെ വൈക്ക് എപ്പോഴാണ് 0 എന്ന് പറയുന്ന ഉത്തരം വരുന്നത്? എക്സിന് 1 കൊടുക്കുമ്പോൾ, എങ്കിലല്ലേ 1 - 1 0 വരുള്ളൂ. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഗ്രാഫ് എന്ത് ചെയ്യുക? എക്സ് ആക്സിസിനെ തട്ടുക. അപ്പോൾ 0 മുതൽ 1 വരെ അപ്പർ ഹാഫ്, അതായത് പ്ലെയിനിൻ്റെ എക്സ് ആക്സിസിൻ്റെ മുകളിലും 1 മുതൽ 2 വരെ എക്സ് ആക്സിസിൻ്റെ താഴെയുമാണ്. അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്, ഏരിയ = നമുക്ക് വേണ്ടത് 0 മുതൽ 2 വരെ f(x) ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന 1 - x². അപ്പോൾ മോഡ് ഇട്ട് കൊടുക്കുക, dx = 0 മുതൽ 1 വരെ അപ്പർ പോർഷൻ, 0 മുതൽ 1 വരെ മുകളിലായതുകൊണ്ട് 1 - x² dxഉം പ്ലസ് 1 മുതൽ 2 വരെ ലോവറിലായതുകൊണ്ട് -1 - x² dxഉം കൊടുക്കുക. ഇതേ കർവിൻ്റെ ഇക്വേഷനിൽ മാറ്റമില്ല, ലോവർ പോർഷൻ ആയതുകൊണ്ട് നെഗറ്റീവും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ബാക്കി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ എടുക്കുക. അപ്പോൾ 0 to 1 - x² dx പ്ലസ് 1 മുതൽ 2 വരെ -1 - x² dx ഇങ്ങനെയായിരുന്നു. അപ്പോൾ = 1ൻ്റെ ഇൻ്റഗ്രൽ x -x²ൻ്റെ x³ ലിമിറ്റ് 0 മുതൽ 1 വരെ. ഇനി മൈനസ് അകത്തോട്ട് കയറുമ്പോൾ ഇത് x² - 1 ആവും. അപ്പോൾ പ്ലസ് x²ൻ്റെ ഇൻ്റഗ്രൽ x³ -1ൻ്റെ ഇൻ്റഗ്രൽ x ലിമിറ്റ് 1 മുതൽ 2 വരെ. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 - 1/3, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് പോവും. പ്ലസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2³ -2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3, ആ മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് ആയിട്ട് 1 വരും. =1 + 1 എന്ന് പറയുന്നത് 2, 2 - 2 0 ആയിപ്പോവും. -1/3 -1/3 കൂടെ -2/3 വരും. പ്ലസ് 2³ എന്ന് പറയുന്നത് 8, 8/3. അപ്പോൾ 8 - 2 എന്ന് പറയുന്നത് 6, 6/3 വരും. ആൻസർ 2. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 2. അത് പറയുന്നത്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആൻ ഇൻ്റർവെൽ ദെൻ എഫ് ഹാസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ. ഇൻ പർട്ടിക്കുലർ, ഇഫ് എ ഈസ് എനി പോയിന്റ് ഇൻ ദ ഇൻ്റർവെൽ ദെൻ ദ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഡിഫൈൻഡ് ബൈ, അതായത് ആൻറ്റി ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ f(x) is equal to (a to x f(t) dt is an ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്, ദാറ്റ് ഈസ് f'(x). അതായത് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്മോൾ f(x) കിട്ടുന്നത്, അല്ലെങ്കിൽ തിരിച്ച് f(x)നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആൻറ്റി ഡെറിവേറ്റീവ് ഫംഗ്ഷൻ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ (a to x f(t) dt എന്ന് പറയുന്ന ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും. ഇത് കാണാതെ പഠിക്കണം എന്നില്ല. ഇപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാർട്ട് 1 സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി. പക്ഷേ ഇത് റിലേറ്റഡ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഫോമിലാണ് കാണാതെ പഠിക്കേണ്ടത്. d/dx ഓഫ് (a to x f(t) dt എന്ന് പറയുന്നത് ആര് തന്നെയാണ്? f(x). അതായത് ഇൻ്റഗ്രലും ഡെറിവേറ്റീവും കൂടെ വന്നാൽ ആരെ എഴുതിയാൽ മതി? ഫംഗ്ഷൻ എഴുതിയാൽ മതി. ശ്രദ്ധിക്കുക, a മുതൽ x വരെയാണ്. അപ്പോൾ f(x) ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അത് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലമാണ്. ഇതാണിപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ട്. അപ്പോൾ d/dx ഓഫ് ഇൻ്റഗ്രൽ 1 മുതൽ x വരെ t³ dt ആൻസർ എന്ത് തന്നെയായിരിക്കും? f(t)ക്ക് പകരം f(x). ഇവിടെ നമുക്ക് x ആണ്, ഇവിടെ x ആണ്. സോ ദ ആൻസർ ഈസ് x³ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് അനുസരിച്ചാണ് നമുക്കിങ്ങനെ ഒരു റിസൾട്ട് എഴുതാനായിട്ട് പറ്റിയത്. അടുത്ത സെക്ഷൻ, ഇവാലുവേറ്റിംഗ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇതിന് മുമ്പ് 1-2 പ്രോബ്ലത്തിലൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിച്ചായിരുന്നു. അപ്പം ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ്റഗ്രൽ 0 മുതൽ 2 വരെ x × x² + 1 dx. നമ്മളിത് ഇൻഡെഫിനിറ്റിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡെഫിനിറ്റ്, അതായത് ലിമിറ്റ് വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് ടി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഡി ടി എന്ന് പറയുന്നത് 2x dx കൊടുക്കാൻ കാരണം എക്സ് ഡി എക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ എക്സ് ഡി എക്സിന് പകരം നമുക്ക് ആരെ എഴുതിയാൽ മതി, dt/2. ഇനി ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റ് മാറ്റണം. ഇനിയിപ്പം നമ്മൾ ഈ ഇൻ്റഗ്രലിനെ മാറ്റുമ്പോൾ എക്സ് ഡി എക്സിന് പകരം നമ്മൾ dt/2 എഴുതും, എക്സ് സ്ക്വയർ പ്ലസ് 1 പകരം ടി എഴുതും, ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ടിയിലോട്ടായി. പക്ഷേ 0 മുതൽ 2 എന്ന് പറയുന്നത് എക്സിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ നമുക്കിനി ടിയിലോട്ട് കൊണ്ടുവരണം. ആദ്യം എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഇവിടെ ടി എത്ര വരും, ടി ഈസ് ഈക്വൽ ടു 0 സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 വരും. അടുത്ത് എക്സ് ഈസ് ഈക്വൽ ടു 2 വരുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 1, 2 സ്ക്വയർ 4, 4 പ്ലസ് 1 5. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യുടെ സ്ഥാനത്ത് ഇപ്പോൾ ടിയുടെ വേരിയബിൾ 1 ആയി, എക്സ് ഈസ് ഈക്വൽ ടു 2ൻ്റെ സ്ഥാനത്ത് ടീൻ്റെ വേരിയബിൾ 5 ആയി. അപ്പോൾ ഈക്വൽ ടു 1/2 കോൺസ്റ്റൻറ്റ് ടി ക്യൂബിൻ്റെ ഇൻ്റഗ്രലിൽ ടി റൈസ് ടു 4/4 ലിമിറ്റ് 1 മുതൽ 5 വരെ. അപ്പോൾ ഈക്വൽ ടു 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 5 റൈസ് ടു 4/4 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/4 ഈക്വൽ ടു നമുക്ക് 4 ഇങ്ങ് വെളിയിലെടുക്കുക. അപ്പോൾ 1/8 എന്ന് വരെ, അകത്ത് 5 റൈസ് ടു 4 മൈനസ് 1. സോ ദ ആൻസർ ഈസ് 1/8 ഇൻറ്റു 5 റൈസ് ടു 4 മൈനസ് 1. ഇനി ഇത് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാലും മതി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു π/8 സൈൻ റൈസ് ടു 5 2x കോസ് 2x dx. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് സൈൻ 2xനാണ്. കാരണം സൈൻ 2xൻ്റെ ഡെറിവേറ്റീവായ കോസ് 2x ഇവിടെ ഉണ്ട്. അപ്പോൾ പുട്ട് ടി ഈസ് ഈക്വൽ ടു സൈൻ 2x. ഇപ്പോൾ ഡി ടി എന്ന് പറയുന്നത് സൈൻ 2xൻ്റെത് കോസ് 2x, എക്സിന് അതായത് നമ്മുടെ ബേസിക് ഫോമിൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ്. പക്ഷേ ഇവിടെ നമുക്ക് എക്സിന് പകരം 2x ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് കോസ് 2x, എക്സിന് പകരം വന്നത് 2x ആണ്, അയാളുടെ ഡെറിവേറ്റീവായ 2 കൊണ്ട് മൾട്ടിപ്ലൈ dx. അപ്പോൾ ഇവിടെ നമുക്ക് കോസ് 2x dxന് പകരം dt/2 എന്ന് കൊടുക്കാം. തീർന്നില്ല. സബ്സ്റ്റിറ്റ്യൂഷനിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ആരെ കൂടെ മാറ്റണം, ലിമിറ്റിനെയും കൂടി മാറ്റുക. അപ്പോൾ ലിമിറ്റിനെ മാറ്റുമ്പം ആദ്യം എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഇവിടെ ടി ഈസ് ഈക്വൽ ടു സൈൻ 0 വരും. സൈൻ 0 എന്ന് പറയുന്നത് 0. അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു π/8 ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു സൈൻ 2 ഇൻറ്റു π/8 വരും. അപ്പോൾ 8ഉം 4ഉം 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 4. അപ്പോൾ സൈൻ π/4, സൈൻ π/4 എന്ന് പറഞ്ഞാൽ സൈൻ 45 1/√2. അപ്പോൾ നമ്മുടെ ലിമിറ്റ് ഇൻ്റഗ്രൽ 0യുടെ എക്സ് 0 വരുമ്പോൾ ടി 0 ആണ്, എക്സ് π/8 വരുമ്പോൾ ടി എന്ന് പറയുന്നത് 1/√2, സൈൻ 2xന് പകരം ടി, അപ്പോൾ ടി റൈസ് ടു 5 കോസ് 2x dxന് പകരം dt/2 ഈക്വൽ ടു 1/2 കോൺസ്റ്റൻറ്റ് ടി റൈസ് ടു 5ൻ്റെത് ടി റൈസ് ടു 6/6 ലിമിറ്റ് 0 മുതൽ 1/√2 ഈക്വൽ ടു 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/√2 ദ ഹോൾ റൈസ് ടു 6. നമുക്ക് ആ 6നെ കൂടെ ഇങ്ങ് വെളിയിലെടുക്കാം ഡിനോമിനേറ്ററിൽ, മൈനസ് ലോവർ ലിമിറ്റ് 0 വരും. അപ്പോൾ ഈക്വൽ ടു 1/12 ഇൻറ്റു 1/√2 റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 ഇൻറ്റു √2 ഇൻറ്റു √2 ഇൻറ്റു √2 6 വട്ടം എഴുതണം ഇൻറ്റു √2. അപ്പോൾ ഈ 2 √2ഉം കൂടെ 2 ആവും, ഈ 2 √2ഉം കൂടെ 2, ഈ 2 √2ഉം കൂടെ 2. അപ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8 ഈക്വൽ ടു 1/12 ഇൻറ്റു 8 എന്ന് പറയുന്നത് 8 ഇൻറ്റു 2 16, 6 1 1 ഇൻറ്റു 8 9, 1/96 എന്ന് വരും. ഇങ്ങനെ മാനുവലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്താലും മതി. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇൻ്റഗ്രൽ 2 മുതൽ 5 വരെ 2x മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 3 ദ ഹോൾ റൈസ് ടു 9 dx. അപ്പോൾ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എക്സ് മൈനസ് 3ക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ പുട്ട് യു ഈക്വൽ ടു യു എന്നോ ടി എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പുട്ട് യു ഈക്വൽ ടു എക്സ് മൈനസ് 3. അപ്പോൾ ഇവിടെ നമുക്ക് ഡി യു എന്ന് പറയുന്നത് ഡി എക്സ് എന്ന് കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത് അടുത്ത് നമ്മൾ ഇതിനെ മാറ്റുമ്പോഴത്തേക്ക്, ഇനിയിപ്പോൾ ഇൻ്റഗ്രലിനെ മാറ്റുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 2x മൈനസ് 5 കിടക്കും. അപ്പോൾ 2x മൈനസ് 5നും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് യു ഈക്വൽ ടു എക്സ് മൈനസ് 3യിൽ നിന്ന് എക്സിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പം നമുക്കുള്ളത് യു ഈക്വൽ ടു എക്സ് മൈനസ് 3 ആണ്. അവിടെ നിന്ന് എക്സ് എന്ന് പറയുന്നത് യു പ്ലസ് 3. പക്ഷേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടതാർക്കാണ്, 2x മൈനസ് 5നാണ്. അപ്പോൾ ആദ്യം എക്സിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ, അപ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ്, 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സൈഡിലുള്ള ആൾക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യാം.
എക്സ് ഈക്വൽ ടു യു പ്ലസ് 3 നമുക്ക് വേണ്ടത് 2x മൈനസ് 5. ആദ്യം എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ചെയ്യുക. അപ്പോൾ 2x ഈക്വൽ ടു 2u പ്ലസ് 3 × 2 അകത്തോട്ട് എടുക്കുക. 3 × 2 6 എന്നായിട്ട്. ഇനി നമുക്ക് വേണ്ടത് -5 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ -5 വന്നാൽ റൈറ്റ് സൈഡിൽ -5 കൊടുക്കുക. അപ്പോൾ 2x മൈനസ് 5ന് പകരം 2u പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ 2x മൈനസ് 5ന് സബ്സ്റ്റിറ്റ്യൂഷനായി. ഇനി നമുക്ക് ലിമിറ്റ് മാറ്റണം. ലിമിറ്റ് ആദ്യം 2 മുതൽ 5 വരെയാണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു 2 വരുമ്പം u എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ 2 - 3 ഈക്വൽ ടു -1 വരും. അടുത്ത x ഈസ് ഈക്വൽ ടു 5 വരുമ്പോൾ u ഈസ് ഈക്വൽ ടു 5 - 3 ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാം ആയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ വരുമ്പോഴത്തേക്ക് ഇൻ്റഗ്രൽ 2ന് പകരം 2ൻ്റെ ലിമിറ്റിന് പകരം വരേണ്ടത് -1, 5ൻ്റെ ലിമിറ്റിന് പകരം വരേണ്ടത് 2. ഇനി 2x മൈനസ് 5 ഇവിടുത്തെ 2x മൈനസ് 5ന് വരെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. 2u പ്ലസ് 1 ആണ് വരേണ്ടത്. 2u പ്ലസ് 1 ഇൻറ്റു അടുത്ത് x മൈനസ് 3ക്ക് വരെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആരാണ് u. അപ്പോൾ u റേസ് ടു 9 ഇൻറ്റു dxന് പകരം ആര് തന്നെയാണ് du തന്നെയാണ്. അപ്പോൾ du തീർന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, u റേസ് ടു 9 അകത്തോട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 മുതൽ 2 വരെ 2 ഇൻറ്റു u റേസ് ടു 9 ഇവിടെ ഒരു യുവും കൂടെ ഉണ്ട്. അപ്പോൾ u റേസ് ടു 10 ആവും. പ്ലസ് 1 ഇൻറ്റു u റേസ് ടു 9 എന്ന് പറയുന്നത് u റേസ് ടു 9 ഇൻറ്റു du ഈക്വൽ ടു ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2 ഇൻറ്റു u റേസ് ടു 10 എന്ന് പറയുമ്പോൾ u റേസ് ടു 10/10 പ്ലസ് 1 വരും. അപ്പോൾ u റേസ് ടു 11/11 പ്ലസ് u റേസ് ടു 9ൻ്റെത് u റേസ് ടു 10/10. ലിമിറ്റ് എന്ന് പറയുന്നത് -1 മുതൽ 2 വരെ. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു യുവിന് പകരം 2. അപ്പോൾ 2 റേസ് ടു 11/11 മൈനസ് 2 റേസ് ടു 10/10. അപ്പോൾ അപ്പർ ലിമിറ്റായി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു യു റേസ് ടു 11 ആണ്. അപ്പോൾ -1ൻ്റെ പവറിൽ ഓഡ് വന്നാൽ -1 വരും /11 പ്ലസ് -1ൻ്റെ പവറിൽ 10 വരാൻ. അപ്പോൾ ഈവൻ വരുമ്പോൾ 1/10 എന്ന് വരും. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മൊത്തം 11 2 ഉണ്ട്. ഇവിടെ ഒരെണ്ണം കൂടി ചേരുമ്പോൾ 12. അപ്പോൾ 2 റേസ് ടു 12/11 മൈനസ് 2 റേസ് ടു 10/10. ഈ മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 2/11. ഈ മൈനസ് ഈ പ്ലസും കൂടെ മൈനസ് ആവും. -1/10 എന്ന് വരും. ഇനി ഇത് കാൽക്കുലേറ്ററിൽ ഇതിൻ്റെ വാല്യൂ നോക്കുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 47 അതായത് 474.8 എന്ന് കിട്ടും. ഇങ്ങനെ ഇട്ടാലും മതി. കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 to 3 ഇൻ്റഗ്രൽ 1 to 3 cos π/x/x² ഇൻറ്റു dx. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് π/x-നാണ്. അപ്പോൾ പുട്ട് u ഈസ് ഈക്വൽ ടു π/x. അപ്പം യുവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ du, പൈ കോൺസ്റ്റൻറ്റ്. 1/x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/x² ഇൻറ്റു dx എന്ന് വരും. അപ്പോൾ നമുക്ക് നോക്കുക dx/x² ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ dx/x² എന്ന് പറയുമ്പോൾ എന്ത് കൊടുത്താൽ മതി, du/-π ഈക്വൽ ടു 1/x² dx. ഇനി നമുക്ക് ലിമിറ്റ് മാറ്റണം. ആദ്യത്തത് എക്സ് എന്ന് പറയുന്നത് 1, എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ ഇവിടെ നിന്ന് യു ഈക്വൽ ടു π/1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു പൈ തന്നെയാണ്. അടുത്ത എക്സ് ഈസ് ഈക്വൽ ടു 3 വരുമ്പോൾ യു ഈസ് ഈക്വൽ ടു π/3 എന്ന് വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1ൻ്റെ ലിമിറ്റ് വരുന്നിടത്ത് പൈ കൊടുക്കുക, 3ൻ്റെ ലിമിറ്റ് വരുന്നിടത്ത് π/3 കൊടുക്കുക. കോസ് π/x-ന് പകരം നമ്മൾ യു ആണ് കൊടുത്തത്. x/dx² പകരം du/-π എന്ന് കിട്ടും. ഇനി -1/π നമുക്ക് വെളിയിലെടുക്കാം. കോസ് യുവിൻ്റെ ഇൻ്റഗ്രൽ സൈൻ യു ആണ്. ലിമിറ്റ് പൈ മുതൽ π/3 വരെ ഈക്വൽ ടു -1/π. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ π/3യും മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ π ഈക്വൽ ടു -1/π ഇൻറ്റു സൈൻ π/3 എന്ന് പറയുന്നത് സൈൻ 60. സൈൻ 60 എന്ന് പറയുന്നത് √3/2 മൈനസ് സൈൻ പൈ എന്ന് പറയുന്നത് 0. അപ്പോൾ ആൻസർ -√3/2π എന്ന് കിട്ടും. ദിസ് ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 to 1 x³ ഇൻറ്റു √(x² + 3). അപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് പുട്ട് t ഈസ് ഈക്വൽ ടു x² + 3. അപ്പോൾ dt എന്ന് പറയുന്നത് x²ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2x dx എന്ന് വരും. ഇവിടെ x³ ഇല്ല, ഇവിടെ x dx എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ
ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ് ഡി എക്സ് ഉള്ളതുകൊണ്ട് എക്സ് ഡി എക്സിന് പകരം ഡി ടി ബൈ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ലിമിറ്റ് മാറ്റണം. ആദ്യത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് 0 ആണ്. എക്സ് 0 വരുമ്പോൾ ഇവിടെ ടി ഈസ് ഈക്വൽ ടു 0² പ്ലസ് 3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3. ആൻഡ് അടുത്ത എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 1² പ്ലസ് 3 ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് ഇൻ്റഗ്രൽ 0യുടെ സ്ഥാനത്ത് 3 കൊടുക്കുക, 1ൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുക, എക്സ് ഡി എക്സിന് പകരം ഡി ടി ബൈ 2 റൂട്ട് ഓഫ് x² പ്ലസ് 3ക്ക് പകരം ടി ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് 2/3 എക്സ് റൈസ് ടു 3/2. ഇവിടെ ഒരു 1/2 കോൺസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ ഉള്ള നമുക്ക് ലിമിറ്റ് 3 മുതൽ 4 വരെ. അപ്പോൾ ഈക്വൽ ടു ഇവിടെ നിന്ന് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 1/3 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4 റൈസ് ടു 3/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 റൈസ് ടു 3/2. ഇനി നമുക്ക് 1/3 ഇൻറ്റു 4നെ 2² ദ ഹോൾ റൈസ് ടു 3/2 എന്ന് എഴുതാം, മൈനസ് 3 റൈസ് ടു 3/2. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 1/3 ഇൻറ്റു 2³ എന്ന് പറയുന്നത് 8 മൈനസ് 3 റൈസ് ടു 3/2. ഇതാണ് എൻ്റെ ആൻസർ.